നമസ്കാരം. ലൈംഗികമായി അധിക്ഷേപിച്ചെന്ന നടി ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ്. ബോബി ചെമ്മണ്ണൂരിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം എറണാകുളം സെൻട്രൽ പോലീസാണ് കേസെടുത്തത്. അശ്ലീല ആംഗ്യങ്ങളിലൂടെയും ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെയും നിരന്തരമായി അധിക്ഷേപിക്കുന്നുവെന്നും സ്ത്രീത്വത്തെ അപമാനിക്കുന്നുവെന്നും കാണിച്ച് ഹണി റോസ് നൽകിയ പരാതിയിലാണ് പോലീസിന്റെ നടപടി. അതേസമയം മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന പരാമർശങ്ങൾ ഒഴിവാക്കുമെന്ന് ബോബി ചെമ്മണ്ണൂർ പ്രതികരിച്ചു. ബോബി ചെമ്മണ്ണൂർ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കും. അതുകൊണ്ട് തന്നെ ജാമ്യഹർജിയിലെ കോടതി എടുക്കുന്ന നിലപാട് നിർണായകമാകും. അറസ്റ്റ് ഒഴിവാക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ബോബി ചെമ്മണ്ണൂർ. പോലീസിന്റെ കണ്ണിൽ പെടാതിരിക്കാൻ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറിയെന്നാണ് സൂചന. ചൊവ്വാഴ്ച വൈകുന്നേരമാണ് ഹണി റോസ് പരാതി നൽകിയത്. സമൂഹ മാധ്യമങ്ങളിലൂടെയായിരുന്നു പരാതിയുടെ വിവരങ്ങൾ നടി പുറത്തുവിട്ടത്. താങ്കൾ എനിക്കെതിരെ തുടർച്ചയായി നടത്തിയ അശ്ലീല അധിക്ഷേപങ്ങൾക്കെതിരെ ഞാൻ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. താങ്കൾ താങ്കളുടെ പണത്തിന്റെ ഹുങ്കിൽ വിശ്വസിക്കൂ. ഞാൻ ഭാരതത്തിലെ നിയമവ്യവസ്ഥയുടെ ശക്തിയിൽ വിശ്വസിക്കുന്നു. വിവരം അറിയിച്ചുകൊണ്ട് ഹണി റോസ് കുറിച്ചു. ഞെട്ടലോടെയാണ് ബോബി ചെമ്മണ്ണൂർ ഇതിനെ ഉൾക്കൊണ്ടത്. 2 ദിവസമായി ഹണി റോസ് പേര് പറയാതെ തനിക്കെതിരെ അധിക്ഷേപം നടത്തിയ മുതലാളിക്കെതിരെ അതിനിശ്ചിത വിമർശനം ഉയർത്തിയിരുന്നു. എന്നാൽ പേര് പുറത്തു പറഞ്ഞില്ല. ഇതിൽ പ്രതികരിച്ച് ബോച്ചെ ഫാൻസ് അശ്ലീല കമന്റുമായി എത്തി. ഇതോടെ കമന്റുകൾക്കെതിരെ ഹണി റോസ് പരാതി നൽകി. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി പിന്നാലെയാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെയും പരാതി നൽകിയത്. പരാതിയിൽ നടി ഹണി റോസിന്റെ വിശദമായ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. നിലവിൽ എഴുതി നൽകിയ പരാതി അടിസ്ഥാനപ്പെടുത്തിയുള്ള മൊഴിയെടുപ്പിന് ശേഷം കൂടുതൽ വകുപ്പുകൾ ഉൾപ്പെടുത്തുമെന്നതിൽ തീരുമാനമെടുക്കും. തെളിവുകൾ കൂടി ശേഖരിച്ച ശേഷം ബോബി ചെമ്മണ്ണൂരിനെ അടുത്ത ദിവസം ചോദ്യം ചെയ്യും. അറസ്റ്റിനുള്ള സാധ്യതയുള്ളതിനാൽ ബോബി മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചേക്കും. സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചതിന് IT ആക്ടിലെ വകുപ്പും ബോബിക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. തനിക്കെതിരെയും മറ്റ് സ്ത്രീകൾക്കെതിരെയും അശ്ലീല പരാമർശം നടത്തുന്ന വീഡിയോ തെളിവുകൾ സഹിതമാണ് ഹണി റോസ് പരാതി നൽകിയത്. തന്റെ സ്ത്രീത്വത്തെ അപമാനിച്ച് ലൈംഗിക ചുവയോടെ തുടർച്ചയായി പരാമർശം നടത്തിയെന്നാണ് എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ ഹണി റോസ് നൽകിയ പരാതിയിൽ പറയുന്നത്. സ്ത്രീത്വത്തെ അപമാനിച്ചപ്പോൾ ബോബി ചെമ്മണ്ണൂരിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. വീണ്ടും അധിക്ഷേപം തുടർന്നതോടെയാണ് പരാതി നൽകിയതെന്ന് ഹണി റോസ് പ്രതികരിച്ചു. പരാതിക്കാരി എന്ന നിലയിൽ തന്റെ പേര് മാധ്യമങ്ങൾ മറച്ചുവെക്കരുതെന്ന് ഹണി റോസ് പ്രതികരിച്ചു. അതിനിടെ ഹണിയോട് തെറ്റായ ഉദ്ദേശത്തോടെ പെരുമാറിയിട്ടില്ലെന്ന് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു. ബലമായി കൈപിടിച്ചിട്ടില്ല. ആ സമയത്ത് ഹണി റോസ് പരാതിയൊന്നും പറഞ്ഞില്ല. ആഭരണങ്ങൾ അണിയിച്ചിരുന്നു. മാർക്കറ്റിങ്ങിനായി ചില തമാശകൾ പറയാറുണ്ട്. താൻ പറയാത്ത വാക്കുകൾ പലരും കമന്റുകളായി വളച്ചൊടിക്കുന്നുവെന്നും ബോബി ചെമ്മണ്ണൂർ പ്രതികരിച്ചു.